മൃദംഗാഭിഷന്റെ CEO ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുണ, വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു ഈ മൃദംഗാഭിഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്തൊക്കെയാണ് പോലീസിന്റെ തുടർ നടപടി? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നികേഷ് കുമാർ മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു വാദിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി നികേഷ് കുമാർ ഉൾപ്പെടെയുള്ള സംഘാടകർ വെട്ടിലായിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് നികേഷ് കുമാറിനോടും അതോടൊപ്പം തന്നെ ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് ഉടമയായ ജനീഷിനോടും നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ നിലവിൽ അവർക്ക് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയ കേസിലാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്നലെ മറ്റൊരു കേസ് കൂടി ഇവർക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. സാമ്പത്തിക തിരിമറി അല്ലെങ്കിൽ വഞ്ചനാ കുറ്റം ചുമത്തിയാണ് ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്ത്. ബിജി എന്ന വീട്ടമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഇന്ന് ഹാജരായില്ലെങ്കിൽ ഇവരെ പിടികൂടാൻ തന്നെ, അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. കാരണം ആദ്യത്തെ കേസിലാണ് ഹൈക്കോടതി ഇവരോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ ഇവരെ ഇന്ന് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. ഈ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിൽ 4 പേരെ പ്രതികളായി ചേർത്തിട്ടുണ്ട്. നികേഷ് കുമാർ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷമീർ, അതോടൊപ്പം തന്നെ പൂർണിമ എന്ന് പറയുന്ന ദിവ്യാനുടെ സുഹൃത്ത്. ഈ 4 പേർക്കെതിരെയാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ സാമ്പത്തിക തിരിമറി, വഞ്ചനാ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കേസുമായി വിവരങ്ങൾ നൽകിയത് 2 കേസുകളാണ് ഇപ്പോൾ സംഘാടകർക്കെതിരെയുള്ളത്. ഒന്ന് ഗുരുതരമായ വീഴ്ച, ക്രമക്കേട് തുടങ്ങിയ, രണ്ടാമത്തേത് സാമ്പത്തിക ക്രമക്കേട്. ഈ 2 കേസുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം വലിയ ഉത്തരവാദിത്തമില്ലായ്മ ഉണ്ടായിരുന്നു ആ പരിപാടിയുടെ സംഘാടനത്തിൽ എന്നതുകൂടി വ്യക്തമാവുകയാണ്.